ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. SITയുടെ മേൽ കേരള സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദമുണ്ട്. ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ മുഴുവൻ പിടികൂടുന്നതിനും പിടികൂടിയ പ്രതികളെയെല്ലാം നിയമത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രീതിയിൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ തന്നെയുള്ള നടപടികളിൽ SITയെ വിലക്കുന്നതിന് സർക്കാരിൻ്റെ സമ്മർദ്ദമുണ്ട്. ഇത് നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുതന്നെയായിരുന്നു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 90 ദിവസം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ജാമ്യം കിട്ടും. സ്വാഭാവിക ജാമ്യത്തിലേക്ക് അവർ പോയി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ കേസിൽ, സ്വർണ്ണപ്പാളി കേസിൽ, ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ട കേസിലെ പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് SIT വഴങ്ങുകയാണ്. ഹൈക്കോടതി പല പ്രാവശ്യം ഇത് നിരീക്ഷണം നടത്തിയിട്ടും ദൗർഭാഗ്യവശാൽ SITയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു ശക്തമായ നടപടി കാണുന്നില്ല എന്നുള്ള ദൗർഭാഗ്യം. അതിൽ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാരെ അവരിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ അന്വേഷണത്തെ മരവിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇല്ല അല്ല, പോകരുത് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഡിലേ ചെയ്യുന്നത്. നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ പോലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വന്നിട്ടില്ലായിരുന്നോ? അത് ചോദിച്ചിട്ടില്ലല്ലോ താൻ ഇതുവരെ. പിണറായി വിജയൻ്റെ ഫോട്ടോ വന്നിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ പിണറായി വിജയൻ അതിനകത്ത് പ്രതിയാണോ? ആരുടെയെങ്കിലും ഫോട്ടോ? ഇതാരാ അന്വേഷിക്കുന്നത്? കോൺഗ്രസ് ആണോ അന്വേഷിക്കുന്നത് കേസ് അന്വേഷിക്കുന്ന ആരാ? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പിണറായി വിജയൻ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ അന്വേഷിക്കുന്നത്. ഏത് ഫോട്ടോ ഉണ്ടെങ്കിലും അവർക്ക് പരിശോധിക്കാമല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൂടെ പരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആദ്യം, ബാക്കിയുള്ള പരിശോധിച്ചിട്ട് വേണം പറയാൻ. ഏത് കാര്യമായാലും തിരക്കേടില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് നിൽക്കുകയാണ്. അയ്യപ്പൻ്റെ സ്വർണം കെട്ടോനെ അയ്യപ്പനും വിടൂല, കേരളത്തിലെ ജനങ്ങളും വിടൂല, വിശ്വാസികളും വിടൂല. അതിനാരും ന്യായീകരിക്കാൻ ശ്രമിച്ചാലും, ആരുടെ തലയിലേക്ക് ഇത് മാറ്റാൻ ശ്രമിച്ചാലും സാക്ഷാൽ ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ള നടപടി അവിടെ വരും. അത് ഞങ്ങൾ വിശ്വസിക്കുന്നതുമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊന്നും. അതുകൊണ്ട് ഭയപ്പെടേണ്ട കേട്ടോ. അത് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, കൃത്യമായിട്ട് കാണുന്നുണ്ട്. അല്ല, ഇന്നിപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടല്ലോ, രസകരമായിട്ടില്ല. ഏത് കുഞ്ഞികൃഷ്ണനെ കുറിച്ചിട്ട് അവർ മനസ്സിലാക്കേണ്ടത് ജീർണിച്ച പാർട്ടിയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നവരും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ആശയദാരിദ്ര്യവും നേരിടുന്നൊരു പാർട്ടിയായിട്ട് ആ പാർട്ടി മാറിയിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെയാണ് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത് മനസ്സിലാക്കുക. CPM ശൈലി അനുസരിച്ചിട്ട് ആ പാർട്ടിക്കകത്തുനിന്നും ഇത്തരം കാര്യങ്ങൾ വരിക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് അവരൊക്കെ ഇത് പ്രതികരിക്കേണ്ടി വരുന്നത്. അത് ആ പാർട്ടി പരിശോധിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഫിനിഷ് ചെയ്ത് കളയണമെന്നൊന്നും ആഗ്രഹിച്ചിരിക്കുന്നവരല്ല. പക്ഷേ അവരുടെ ആശയങ്ങളെയെല്ലാം കുഴിച്ചു മൂടാൻ നിൽക്കുന്ന പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. താങ്ക് യു. കേരള ജനങ്ങൾ അത് സ്വീകരിക്കില്ലല്ലോ. നമ്മൾ സജി ചെറിയാൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കണ്ടില്ലേ? അദ്ദേഹം മാപ്പ് പറഞ്ഞു, ആരൊക്കെയോ നിർബന്ധിച്ചിട്ട് മാപ്പ് പറഞ്ഞു. കേരളത്തിലെ ഏതെങ്കിലും സമുദായത്തിൻ്റെ എണ്ണം നോക്കിയിട്ടാണോ ഓരോ പഞ്ചായത്തിലും മെമ്പർമാരെ തീരുമാനിക്കുന്നത്? എന്തൊരു വൾഗർ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ കേരള ജനത അംഗീകരിക്കുന്നല്ലോ. കേരളത്തിൽ അതിൻ്റെ ഒന്നുമല്ല. കേരളത്തിന് കൃത്യമായിട്ടുള്ള ഒരു സാംസ്കാരിക മനോഭാവമുണ്ട്, ജനങ്ങൾ തമ്മിലുള്ള ഒരു സാഹോദര്യ ഭാവമുണ്ട്. ഇതൊന്നും ഒരു പ്രസ്താവന കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ശ്രമം കൊണ്ടോ തകർക്കാൻ കഴിയില്ല. അങ്ങനെ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ആ കാര്യത്തിൽ ശക്തമായി എതിർക്കും എന്ന് പറഞ്ഞോ താനോട്? തരൂർ വിളിച്ചിരുന്നോ? അസംതൃപ്തി പറഞ്ഞോ? എന്നെ വിളിച്ചിരുന്നു തരൂർ. എന്നെ വിളിച്ച് പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് കൊണ്ടുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ പിന്നെ അതിൻ്റെ രേഖകളുമുണ്ട്. അദ്ദേഹം വിളിച്ച് പറഞ്ഞു പങ്കെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ എക്സംഷൻ, അക്കാര്യത്തിൽ പ്രശ്നമില്ല. പ്രധാനപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം എക്സംഷൻ, ഇത് ഗുരുദേവൻ്റെ പുസ്തക പ്രകാശനം ആയതുകൊണ്ട് പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഞങ്ങൾ പറഞ്ഞു. അല്ല, താങ്കളെ വിളിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, നിങ്ങൾ തമ്മിലുള്ള
സാധാരണ സമയത്തിന് നേരത്തെ ആവും ഇപ്രാവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.